ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 30-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലിനും അനുഗ്രഹത്തിനുമുള്ള നേരിട്ടുള്ളതും ഹൃദയാംഗവുമായ ഒരു അപേക്ഷയാണിത്. സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള സങ്കീർത്തനക്കാരൻ്റെ അവബോധത്തെയും ദൈവിക സഹായത്തിൻ്റെ ആവശ്യകതയും ഇത് എടുത്ത് കാണിക്കുന്നു. സങ്കീർത്തകൻ സഹായം തേടുക മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയ്ക്കും പ്രീതിക്കും വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് മുൻകാല ലംഘനങ്ങളുടെ അംഗീകാരത്തെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പുനഃസ്ഥാപനത്തിനായുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. സങ്കീർത്തകൻ്റെ നിലവിളിയോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തെ വിവരിക്കുന്ന തുടർന്നുള്ള വാക്യത്തിലേക്കുള്ള ഒരു പാലമാണ് 8-ാം വാക്യം. ദൈവം സങ്കീർത്തനക്കാരൻ്റെ വിലാപത്തെ സന്തോഷകരമായി നൃത്തമാക്കി മാറ്റുകയും അവനെ സന്തോഷം കൊണ്ട് വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ സ്നേഹിതരെ, ഏത് പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും ഒരു മറുപടി ഉണ്ടെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിലവിളി കേട്ട് ഉത്തരമരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.